ഒട്ടിയായി അറിയപ്പെടുന്ന ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ മലനഗരങ്ങളിൽ ഒന്നാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നും മലകളുടെ റാണി എന്നും അറിയപ്പെടുന്നു. കൂടുതൽ മഞ്ഞ് പുതച്ച കുന്നുകൾ, നീല നിറം തൂകിയ ആകാശം, പുൽമേടുകളിൽ മേഘങ്ങൾ നൃത്തം ചെയ്യുന്നത് കാണാം. അതാണ് ഊട്ടി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്. ഭൂമിയിൽ സഞ്ചരിച്ച് നോക്കുക, അല്ലാഹു സൃഷ്ടിയെ ആരംഭിച്ചു എന്ന് കാണുക. അഥവാ യാത്രയുടെ മുഖാന്തരം മനുഷ്യൻ ലോകത്തിൻ്റെ വൈവിധ്യവും അള്ളാഹുവിൻ്റെ ശക്തിയും തിരിച്ചറിയാൻ കഴിയും. അതായത് ആത്മീയ ബോധം വളർത്തും. അതുപോലെ ഉദ്ദേശം നല്ലതായാൽ യാത്ര ഒരു ഇബാദത്തായി മാറും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. സകല പ്രവൃത്തികളും ഉദ്ദേശത്തിനനുസൃതമായിരിക്കും. അതുപോലെ നല്ല കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്യുന്നത് ഒരു പുണ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തനിച്ചായുള്ള യാത്രയിൽ അപകടമുണ്ട്, കൂട്ടായുള്ള യാത്രയിൽ കരുണയും അനുഗ്രഹവുമുണ്ട്. അഥവാ യാത്രയിൽ കൂട്ടായ്മയും പരസ്പര സഹായവുമാണ് അള്ളാഹുവിന് പ്രിയം. യാത്ര മനുഷ്യനെ വിനീതനാക്കുന്നു. മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കഴിവുകളുടെ പരിധി തിരിച്ചറിയുന്നു. യാത്ര അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള പാഠമാകുന്നു. ഊട്ടിയിലെ ചരിത്ര പ്രസിദ്ധമായ മക്കാമിലേക്കാണ് അടുത്ത യാത്ര. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ജംഗ്ഷനിൽ നിന്നും കൊത്തഗിരി റോഡിൽ ടീ ഫാക്ടറിയുടെ അടുത്തായി കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മക്കാം ഷെയ്ഖ് ഹസൻ ഷാ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകുമാറാവട്ടെ. ആമീൻ.